നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. രാഷ്ട്രീയ പ്രേരിത സ്ഥലമാറ്റങ്ങൾക്കെതിരെ പ്രതിഷേധമിരമ്പി. FSCTയുടെ നേതൃത്വത്തിൽ ജീവനക്കാരും അധ്യാപകരും തൊടുപുഴയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. യോഗം കേരള NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM ഹാജറ ഉദ്ഘാടനം ചെയ്തു. ദീപിക ശതോത്തര റൂബി ജൂബിലി ആഘോഷം കോട്ടയത്ത് നടന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി മലങ്കര അണക്കെട്ടിൽ അടിഞ്ഞുകൂടിയ ചെളിയും മണലും അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാകുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉടുമ്പന്നൂർ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. യോഗം ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇലത്തുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് കരിമണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ പഠന സഹായ വിതരണം സംഘടിപ്പിച്ചു. വാർഡ് മെമ്പറും കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഷൈനി ജോയ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. രാഷ്ട്രീയ പ്രേരിത സ്ഥലമാറ്റങ്ങൾക്കെതിരെ പ്രതിഷേധമിരമ്പി. FSCTയുടെ ആഭിമുഖ്യത്തിൽ ജീവനക്കാരും അധ്യാപകരും തൊടുപുഴയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. തൊടുപുഴ PWD കോംപ്ലക്സിൽ നിന്നും ആരംഭിച്ച പ്രകടനം മിനി സിവിൽ സ്റ്റേഷനിൽ അവസാനിച്ചു. തുടർന്ന് ചേർന്ന യോഗം കേരള NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM ഹാജറ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സിവിൽ സർവീസിൽ നിലനിന്നിരുന്ന മാനദണ്ഡപ്രകാരമുള്ള സ്ഥലം മാറ്റങ്ങളെ അട്ടിമറിച്ച് ഭരണമാറ്റത്തിന്റെ മറപിടിച്ച് വിവിധ വകുപ്പുകളിൽ നടത്തുന്ന ഏകപക്ഷീയമായ സ്ഥലമാറ്റങ്ങൾ പിൻവലിക്കണമെന്നും സ്ഥലം മാറ്റങ്ങൾക്ക് മാനദണ്ഡം ഉറപ്പുവരുത്തണമെന്നുമുള്ള മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ച് FSCTയുടെ നേതൃത്വത്തിൽ ജീവനക്കാരും അധ്യാപകരും തൊടുപുഴയിൽ പ്രകടനവും യോഗവും നടത്തി. രാഷ്ട്രീയ പ്രേരിത സ്ഥലം മാറ്റങ്ങൾ സർവീസിന്റെ കാര്യക്ഷമതയെ തകർക്കും. സിവിൽ സർവീസിൽ അസംതൃപ്തി സൃഷ്ടിക്കുന്ന നടപടികൾക്ക് കൂട്ടുനിൽക്കുന്ന ഭരണകർത്താക്കളും ഉദ്യോഗസ്ഥ മേധാവികളും തീരുമാനങ്ങളിൽ നിന്നും പിന്തിരിയണമെന്നും സ്ഥലം മാറ്റങ്ങൾക്ക് നിലവിലുള്ള മാനദണ്ഡം ഉറപ്പുവരുത്തണമെന്നും FSCTO ആവശ്യപ്പെട്ടു. തൊടുപുഴ PWD കോംപ്ലക്സിൽ നിന്നും ആരംഭിച്ച പ്രകടനം മിനി സിവിൽ സ്റ്റേഷനിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന യോഗം കേരള NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM ഹാജറ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നാലും കുഴപ്പമില്ല, വകുപ്പ് മന്ത്രിമാരായിരുന്നാലും കുഴപ്പമില്ല. ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ സിവിൽ സർവീസിലെ ജീവനക്കാരെ, പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷക്കാലം ഏറ്റവും സുഗമമായി കേരളത്തിന്റെ സിവിൽ സർവീസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആ ഇടതുപക്ഷ മനസ്സിനെ തകർക്കുവാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഇടപെടൽ എങ്ങനെ നടത്തണമെന്നതിനെ സംബന്ധിച്ച് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സെറ്റോ നേതാക്കന്മാരുടെ പേരിൽ, NGO അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹികളുടെ പേരിലൊന്നുമായിരുന്നില്ല, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ പേരിൽ, ജില്ലാ ഉപഭാരവാഹികളുടെ പേരിലെല്ലാം തന്നെ ലിസ്റ്റുകൾ തയ്യാറാക്കി ഇവിടെ വകുപ്പ് അധ്യക്ഷന്മാർക്ക് കൊടുക്കുകയാണ്. ആ വകുപ്പ് അധ്യക്ഷന്മാർക്ക് യാതൊരു എളുപ്പമില്ല, ആ വാക്ക് തന്നെ ബോധപൂർവ്വം ഉപയോഗിക്കുക. കഴിഞ്ഞ 10 വർഷക്കാലവും ഏറ്റവും ന്യായമായ കാര്യത്തിന് വേണ്ടി പോലും ഒരു സ്ഥലമാറ്റത്തിൽ ഇടപെടാൻ പോകുമ്പോൾ ഇവിടെ ഒരു നോംസ് നിലനിൽക്കുന്നുണ്ട്. എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കണം, അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്ന അതേ ഓഫീസർമാർ ഒരു തുണ്ട് കടലാസിൽ NGO അസോസിയേഷന്റെ ലെറ്റർ പാഡിൽ എഴുതിക്കൊണ്ടേ കൊടുക്കുമ്പോൾ എവിടെയും ഒരു മാനദണ്ഡം പരിശോധിക്കപ്പെടുന്നില്ല. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം M രമേശ് അഭിവാദ്യം ചെയ്തു. FSCTO ജില്ലാ പ്രസിഡന്റ് MR അനിൽകുമാർ അധ്യക്ഷനായി. KGOA ജില്ലാ സെക്രട്ടറി ബിജു സെബാസ്റ്റ്യൻ, KGNA സംസ്ഥാന കമ്മിറ്റി അംഗം PK ഷീമോൾ, NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S സുനിൽകുമാർ, FSCTO ജില്ലാ സെക്രട്ടറി TG രാജീവ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ദീപിക ശതോത്തര റൂബി ജൂബിലി ആഘോഷം കോട്ടയത്ത് നടന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ദീപികയുടെ 140 വർഷത്തെ യാത്ര പ്രതിബദ്ധത, ധൈര്യം, വിശ്വാസ്യത, പൊതുസേവനം എന്നിവയുടെ ശ്രദ്ധേയമായ പൈതൃകമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ചടങ്ങിൽ പ്രമുഖ ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ OT ജോർജിന് എക്സലൻസ് അവാർഡ് ഇൻ ഓർത്തോപീഡിക് സർജറി അവാർഡ് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സമ്മാനിച്ചു.
ദീപിക ശതോത്തര റൂബി ജൂബിലി ആഘോഷം കോട്ടയത്ത് നടന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ദീപികയുടെ 140 വർഷത്തെ യാത്ര, പ്രതിബദ്ധത, ധൈര്യം, വിശ്വാസ്യത, പൊതുസേവനം എന്നിവയുടെ ശ്രദ്ധേയമായ പൈതൃകമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. 140 years before, my village have no light. In my village, nobody has passed even 3rd standard. 100 years before, that is exactly, if I tell, only my father, who was passed away some 3 years back at the age of 95, now he is 98, if we have lived now. He was the first person to pass the school final. So we can imagine how difficult it would have been, what would be the great thought the people who have started this paper might have got. What a great thought that the entire society should be well informed. കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ തുടങ്ങിയ പ്രമുഖർ ആശംസകൾ നേർന്നു. ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ മാന്നാനത്ത് 3ാമത്തെ പ്രസ് കേരളത്തിലെ, 1ാമത്തെ പ്രസ് കോട്ടയത്തും CMS പ്രസ്സും, 2ാമത്തേത് തിരുവനന്തപുരത്തെ സർക്കാർ പ്രസ്സും, 3ാമത്തേത് ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ മാന്നാനത്തെ പ്രസ്സുമാണ്. അവിടെ നിധിരത്ത് മാണിക്ക കത്തനാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹായത്തോടു കൂടിയാണ് ഈ ദീപിക, നസ്രാണി ദീപിക ആരംഭിക്കുന്നത്. നസ്രാണി ദീപികയുടെ ആദ്യ മുഖപ്രസംഗത്തിൽ ഒരു മനോഹരമായ വാചകമുണ്ട്. രാജമന്ദിരങ്ങളിലും മന്ത്രിസത്തമന്മാരുടെ സഭകളിലും തർക്കപരിഹാര കേന്ദ്രങ്ങളിലും പോയി അനീതിക്കും അക്രമത്തിനും അന്യർക്കെതിരായ പീഡനത്തിനും പാവപ്പെട്ടവരുടെ ആവശ്യങ്ങൾ പറയുന്നതിനും വേണ്ടിയിട്ടാണ് ഈ നസ്രാണി ദീപികയുടെ ലക്ഷ്യമെന്നാണ്. ആ ലക്ഷ്യം 140 വർഷം കഴിഞ്ഞിട്ടും ദീപിക ഇപ്പോഴും ഭംഗിയായി നിർവഹിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ വിസ്മയഭരിതരാക്കുന്നത്. പ്രമുഖ ഓർത്തോപീഡിക്സ് സർജൻ ഡോക്ടർ OT ജോർജിന് എക്സലൻസ് അവാർഡ് ഇൻ ഓർത്തോപീഡിക് സർജറി അവാർഡ് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സമ്മാനിച്ചു. ആതുര ശുശ്രൂഷ മേഖലയിൽ സംസ്ഥാനത്ത് അനേകർക്ക് സ്വാതന്ത്ര്യ സ്പർശമായി മാറുകയാണ് ഓർത്തോ സർജൻ ഡോക്ടർ OT ജോർജ്. നിലവിൽ പാലാ മാർസ്ലുവ മെഡിസിറ്റി, തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രി, തൊടുപുഴ ബേബി മെമ്മോറിയൽ ആശുപത്രി എന്നിവിടങ്ങളിൽ ആർത്രോസ്കോപ്പി, ആർത്രോപ്ലാസ്റ്റി എന്നീ വിഭാഗങ്ങളിൽ ചീഫ് കൺസൾട്ടന്റായി പ്രവർത്തിച്ചു വരികയാണ്. We further invite the Board of Directors and HODs of Deepika to kindly join for the official photograph. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇടുക്കി മലങ്കര അണക്കെട്ടിൽ അടിഞ്ഞുകൂടിയ ചെളിയും മണലും അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാകുന്നു. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഡാമിലെ ഷട്ടറുകൾ തുറന്നുവിട്ടപ്പോൾ അണക്കെട്ടിലെ ചെളിയും മണലും അപകടകരമായ രീതിയിലെത്തിയത് ദൃശ്യമായി. മലങ്കര ഡാമിന്റെ 20 അടിയോളം താഴ്ചയുണ്ടായിരുന്ന പല ഭാഗങ്ങളിലും ഇപ്പോൾ 6 അടിയോളം മാത്രമാണ് ആഴമുള്ളത്. സംഭരണശേഷിയുടെ 50% ചെളിയും മണലും നിറഞ്ഞ അവസ്ഥയിലാണ്. കനത്ത മഴ പെയ്യുന്നതിന് മുൻപ് അണക്കെട്ടിലെ ചെളി മാറ്റിയില്ലെങ്കിൽ പ്രളയമടക്കമുള്ള വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്നും ലോഡ് കണക്കിന് മണൽ വാരിയിരുന്നു. ഇത്തരത്തിൽ മണൽ വാരൽ പുനരാരംഭിച്ചാൽ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലുള്ള അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വരുമാനമാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇപ്പോൾ നിൽക്കുന്നത് മലങ്കര ജലാശയത്തിൻ്റെ കാഞ്ഞാർ ഭാഗത്താണ് നിൽക്കുന്നത്. നേ കാണുന്ന കമ്പും തടികളും മണലും ചെളികളുമാണ് കിടക്കുന്നത്. ഈ ജലാശയത്തിൻ്റെ 50% ചെളികളാൽ മൂടപ്പെട്ടു. അതായത് 2010 പ്രളയകാലം തൊട്ട് മലയോര മേഖലയിലെ ഉരുളുപൊട്ടലും വന്നതിൻ്റെ മൂലം ചെളികൾ ഒഴുകി വന്ന് അടിഞ്ഞിരിക്കുന്ന കാഞ്ഞാർ ഭാഗത്താണ്. കാഞ്ഞാർ തൊട്ട് മലങ്കര ജലാശയം വരെ ഇതുണ്ട്. വയനക്കാവ് ഭാഗം, അറക്കുളം ഭാഗം, ഏറ്റവും കൂടുതലുള്ളത് വയനക്കാവ് ഭാഗവും ഈ നിൽക്കുന്ന സ്ഥലവുമാണ്. ഇവിടെ നിന്നൊക്കെ പണ്ട് മണൽ വാരി ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പഞ്ചായത്തിൻ്റെ ഒരു വരുമാന മാർഗവും കൂടിയായിരുന്നു. അത് നിന്നോടുകൂടിയാണ് ഇവിടെ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ തുടങ്ങിയത്. കൈത്തോടുകളെല്ലാം നിറഞ്ഞൊഴുകി കൃഷിഭൂമികൾ നശിച്ചുകൊണ്ടിരിക്കും. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ നിന്നും വൈദ്യുതോൽപാദന ശേഷം വെള്ളം എത്തുന്നതിനാൽ വർഷം മുഴുവൻ ഡാം ജലസമൃദ്ധമാണ്.
അതിനാൽ തന്നെ എത്രയും വേഗം ചെളി നീക്കം ചെയ്ത് ഡാമിന്റെ പൂർണ്ണ സംഭരണ ശേഷി പുനഃസ്ഥാപിക്കണമെന്നതാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഉടുമ്പന്നൂർ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. യോഗം ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് അശ്വതി മധു അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ യൂണിറ്റ് അംഗങ്ങളെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഉടുമ്പന്നൂർ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം ഉടുമ്പന്നൂർ വ്യാപാര ഭവൻ ഹാളിൽ നടന്നു. യോഗം ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഒന്നിലധികം പേര് വന്നാൽ ബാലറ്റിലൂടെ നമ്മൾ സമവായത്തിലോ ആരെങ്കിലും ഒരാൾ മാറി മറ്റൊരാൾ ആകുന്നുണ്ടോ എന്ന് ചോദിക്കും. ഇല്ലെങ്കിൽ ബാലറ്റിലൂടെ തിരഞ്ഞെടുക്കും. അങ്ങനെയാണ് നമ്മുടെ സംഘടനയുടെ തിരഞ്ഞെടുപ്പ് രീതി. അങ്ങനെ വരുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ ഈ പൊതുയോഗത്തിൽ നിന്ന് തിരഞ്ഞെടുക്കും. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വരുന്നതിൽ നിന്ന് പ്രസിഡന്റിന് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ള സന്നദ്ധതയുള്ള ആളെ അദ്ദേഹത്തിന് തന്നെ കോർട്ട് ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിന് നിക്ഷിപ്തമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ രീതികൾ. യൂണിറ്റ് പ്രസിഡന്റ് അശ്വതി മധു അധ്യക്ഷത വഹിച്ചു. വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും യൂണിറ്റ് സെക്രട്ടറി KR സാജു അവതരിപ്പിച്ചു. ഈ കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ യൂണിറ്റ് അംഗങ്ങളുടെ കുട്ടികളായ ദേവനന്ദ ഷിജുവിനെയും ഡയാന പ്രിൻസിനെയും യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി മൊമെന്റോ നൽകി ആദരിച്ചു. ഒപ്പം വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ യൂണിറ്റ് അംഗങ്ങളെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. യോഗത്തിൽ പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം നിയോജക മണ്ഡലം പ്രസിഡന്റ് NB ചാക്കോ നിർവഹിച്ചു. 2026-28 വർഷത്തെ ഭാരവാഹികളായി അശ്വതി മധുവിനെ പ്രസിഡന്റായും KR സാജുവിനെ സെക്രട്ടറിയായും AH ഹുസൈനെ ട്രഷററായുമുള്ള 18 അംഗ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. വെട്ടിമറ്റം വിമല പബ്ലിക് സ്കൂളിൽ പ്രവേശനോത്സവം ആഘോഷിച്ചു. സ്കൂൾ ലോക്കൽ മാനേജർ റവറൻ സിസ്റ്റർ കാരോളിൻ CMC ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് സജി ജെയിംസ് അധ്യക്ഷത വഹിച്ചു. പുതിയതായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികളെയും ചുമതലയേറ്റ അധ്യാപകരെയും ചടങ്ങിൽ ഹൃദ്യമായി സ്വീകരിച്ചു. പുതിയ അധ്യയന വർഷത്തോടനുബന്ധിച്ച് വെട്ടിമറ്റം വിമല പബ്ലിക് സ്കൂളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. സ്കൂൾ ലോക്കൽ മാനേജർ റവറൻ സിസ്റ്റർ കരോളിൻ CMC പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ സിസ്റ്റർ സജീവ CMC, മുൻ പ്രിൻസിപ്പൽ റവറൻ സിസ്റ്റർ ട്രീസ ജോസ് CMC, വൈസ് പ്രിൻസിപ്പൽ റവറൻ സിസ്റ്റർ ഡെൽന CMC എന്നിവർ ആശംസകൾ നേർന്നു. ചടങ്ങിൽ PTA പ്രസിഡന്റ് സജി ജെയിംസ് അധ്യക്ഷനായി. പുതുതായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികളെയും ചുമതലയേറ്റ അധ്യാപകരെയും ചടങ്ങിൽ സ്വീകരിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്ത പരിപാടിയിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പ്രവേശനോത്സവം വിദ്യാർത്ഥികൾക്ക് ആവേശകരമായ അനുഭവമായി. ന്യൂസ് ബ്യൂറോ, വെട്ടിമറ്റം. യൂത്ത് കോൺഗ്രസ് കരിമണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ പഠന സഹായ വിതരണം സംഘടിപ്പിച്ചു. വാർഡ് മെമ്പറും കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഷൈനി ജോയ് ഉദ്ഘാടനം നിർവഹിച്ചു. തൊമ്മൻകുത്ത് സെന്റ് ജോസഫ് LP സ്കൂളിലെ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് ഐക്കരമറ്റം അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് കരിമണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ പഠന സഹായം വിതരണം നടത്തി. തൊമ്മൻകുത്ത് സെന്റ് ജോസഫ് LP സ്കൂളിലെ പ്രവേശനോത്സവം സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് ഐക്കരമറ്റത്തിന്റെ അധ്യക്ഷതയിൽ വാർഡ് മെമ്പറും കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഷൈനി ജോയി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് കരിമണ്ണൂർ മണ്ഡലം കമ്മിറ്റി എല്ലാ വർഷവും നടത്തുന്ന പഠന സഹായ വിതരണം ഈ വർഷവും തൊമ്മൻകുത്ത് സെന്റ് ജോസഫ് LP സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും നൽകി. പഠന സഹായ വിതരണോദ്ഘാടനം മുൻ വാർഡ് മെമ്പറും യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ബിബിൻ അഗസ്റ്റിൻ നിർവഹിച്ചു. സ്കൂൾ HM സോളി ജോസഫ് സ്വാഗതം ആശംസിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിനീഷ് ബെന്നി, മണ്ഡലം ഭാരവാഹികളായ സാബിത്ത് മുഹമ്മദ്, അതുൽ ജോസ്, സ്റ്റെബിൻ ജോബി, ജോബിൻ ജോർജ്, ഗ്രീഷ്മ, അഭിനവ് ജോഷി, ബ്രിട്ടോ തോമസ്, ആദർശ് ജേമോൻ, ജിമിയ ജോയ്, വൈശാഖ് ജോർജ് എന്നിവർ നേതൃത്വം നൽകി. അധ്യാപകരായ ജെറിൻ ബെന്നി, നീതു മോഹൻ, ജോർജ് വർഗീസ്, പെൻഷനേഴ്സ് യൂണിയൻ അംഗങ്ങളായ പീതാംബരൻ K, പ്രഭാകരൻ VK, ലീല PN എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. കുടുംബശ്രീ വാത്തിക്കുടി CDSന്റെ നേതൃത്വത്തിൽ രാജമുടിയിൽ പ്രവർത്തിച്ചു വരുന്ന സ്പെഷ്യൽ വിദ്യാലയമായ നവജ്യോതി ബഡ് സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പ്രവേശനോത്സവം വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ഏക സ്പെഷ്യൽ സ്കൂളാണ് ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്തിലെ രാജമുടിയിൽ പ്രവർത്തിച്ചു വരുന്നത്. മറ്റ് സ്കൂളുകൾക്കൊപ്പം കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാനത്തെ ഏക സ്പെഷ്യൽ സ്കൂളായ രാജമുടി നവജ്യോതി സ്പെഷ്യൽ സ്കൂളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചു.
സ്കൂൾ അങ്കണത്തിൽ നടന്ന പ്രവേശനോത്സവ പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഞ്ചായത്ത് തന്നെ ഒരുപാട് സ്കൂൾ പ്രവർത്തിക്കുന്നു. അവർക്ക് മികച്ച സൗകര്യങ്ങളും പരിഗണനയും ഒരുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അഭിമാനകരമാണ്, സന്തോഷകരമാണ്. നമുക്ക് നിലവിലുള്ള പരിമിതികൾ മറികടന്നുകൊണ്ട് മികച്ച രീതിയിൽ പുതിയ അധ്യയന വർഷത്തിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി തരുവാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ, പദ്ധതികളൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അത് സമയബന്ധിതമായി പൂർത്തിയാക്കും എന്നുള്ള കാര്യം ഉറപ്പു തരുന്നു. ഈ മാതാപിതാക്കളെ സംബന്ധിച്ചും നമുക്കറിയാം, സാധാരണ കുഞ്ഞുകുട്ടികളെ, ഏറ്റവും നിഷ്കളങ്കരായ കുട്ടികളെ, അവരുടെ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികളുടെ ജീവിതം അല്ലെങ്കിൽ ആ അമ്മയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കപ്പെട്ടതാണ്. CDS ചെയർപേഴ്സൺ ജിമ്മിയ ബേബി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി KV ആകാശ്, വൈസ് പ്രസിഡന്റ് മിലാനി സാബു, അഡ്വക്കേറ്റ് KK മനോജ്, ഡോളി തോമസ്, റെജിമോൾ റെജി, ബിനിമോൾ ജോസഫ്, ബിന്ദു സന്തോഷ്, ബിജോ ജോസ്, ഡാർലിൻ ഡിക്സൺ, റിസോഴ്സ് പേഴ്സൺ മോളി കൃഷ്ണൻ, സ്കൂൾ ടീച്ചർ സവിത രമേശ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളായ ജിമ്മി സെബാസ്റ്റ്യൻ, റോബർട്ട് കണ്ണംചിറ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുരിക്കാശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. വാത്തിക്കോടി CDS അംഗങ്ങളും നിരവധി രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വെങ്ങല്ലൂർ TMUP സ്കൂളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ K ദീപക് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സ്കൂളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. തൊടുപുഴ മുനിസിപ്പൽ UP സ്കൂൾ വെങ്ങല്ലൂരിൽ പ്രവേശനോത്സവം നടത്തി. തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർമാൻ K ദീപക് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ എല്ലാവരുടെയും യോഗത്തിൽ മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംസിയ നിയാസ്, മുനിസിപ്പൽ കൗൺസിലർമാരായ KK ഷിംനാസ്, നിഷ സോമൻ, സ്കൂൾ SC ചെയർമാൻ ഷമീർ കുഞ്ചാവീടൻ, MBTA പ്രസിഡന്റ് സൂര്യ സുരേഷ്, PTA ഭാരവാഹികളായ നൌഫൽ, അജാസ്, ഐഷ, റഫീഖ് PI, സ്കൂൾ ഹെഡ്മിസ്ട്രസ് സ്വപ്ന MR എന്നിവർ പ്രസംഗിച്ചു. SRG കൺവീനർ ഷാമില KB സൈബർ സുരക്ഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. PTA പ്രസിഡന്റ് ഫൈസൽ EH സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സബീന ബഷീർ നന്ദിയും പറഞ്ഞു. തൊടുപുഴ പെൻഷനേഴ്സ് യൂണിയൻ സ്കൂളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മൂലമറ്റം പ്രസ് ക്ലബിലെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി സോമി മുണ്ടയ്ക്കലിനെയും സെക്രട്ടറിയായി NR ഹരി ബാബുവിനെയും ട്രഷററായി ജോലാൽ ജോസിനെയും തെരഞ്ഞെടുത്തു. S ഷാനവാസ്, TL ബേബി, AA ഹാരിസ്, അനീഷ് ആലക്കൽ, സൈമൺ ബെഞ്ചമിൻ എന്നിവരാണ് മറ്റു ഭാരവാഹികൾ. ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ വിദ്യാർത്ഥികൾ മാതൃകയാക്കണമെന്ന് അബിൻ വർക്കി MLA. ആറന്മുള ഗവൺമെന്റ് HSSൽ നടന്ന പത്തനംതിട്ട ജില്ലാതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദീനമ്മ റോയി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീനാദേവി കുഞ്ഞമ്മ നവാഗതരെ സ്വാഗതം ചെയ്തു. നിരവധി വ്യക്തികൾ സംസാരിച്ചു. പത്തനംതിട്ട ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം ആറന്മുള സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. അബിൻ വർക്കി കോടിയാട്ട് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഭാവിയിലേക്കുള്ള വാതിൽ തുറന്നാണ് കുരുന്നുകൾ സ്കൂളിലെത്തുന്നതെന്നും വായനയിലൂടെ പുതിയ ലോകം കുട്ടികൾക്ക് ലഭിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. റീൽസ് കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല, ക്രിക്കറ്റ് കളി കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല, കളിക്കാൻ പോകുന്നതുകൊണ്ട് ഒന്നും കുഴപ്പമില്ല. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വായന എന്നുള്ളത്. ഇന്നിപ്പോ പൂവ് ഇവിടെ സ്വാഗതം ചെയ്യുമ്പോൾ, അതിഥികളെ സ്വാഗതം ചെയ്യുമ്പോൾ പൂവ് ഒഴിവാക്കി. നല്ല തീരുമാനം. പൂവ് മോശമായതുകൊണ്ടല്ല, ഒരു പുസ്തകമാണ് എപ്പോഴും സ്വാഗതത്തിനും അല്ലെങ്കിൽ സമ്മാനത്തിനും നല്ലത്. അങ്ങനെ വായന നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ അബ്ദുൽ കലാം ചെറുപ്പത്തിൽ നിങ്ങളുടെ ഈ പ്രായത്തിൽ ആരായിരുന്നു പറയാം? ഒരു പത്രം വിതരണം ചെയ്യാൻ പോയിക്കൊണ്ടിരുന്ന, രാവിലെ വളരെ നേരത്തെ എഴുന്നേറ്റ് പത്രം വിതരണം ചെയ്യാൻ പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു, കുട്ടിയായിരുന്നു. അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് ഒരു പൈലറ്റ് ആകാനാണ്. പക്ഷെ അദ്ദേഹത്തിന് പൈലറ്റ് സെലക്ഷൻ കിട്ടിയില്ല. അദ്ദേഹത്തിന് വലിയ വിഷമമായി. പക്ഷെ ആ വിഷമം വെച്ച് അദ്ദേഹം മറ്റൊരു തരത്തിൽ പോവുകയല്ല ചെയ്തു.
മറിച്ച് വീണ്ടും പഠിച്ച് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതിയായി, ഇന്ത്യയുടെ മിസൈൽമാനായി, ഈ ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനായി മാറി. പ്രിയപ്പെട്ടവരെ, ഏറ്റവും സാധാരണക്കാരനായ ഒരാള് എങ്ങനെയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി ആയത് എന്ന് അറിയുന്ന ഏറ്റവും അസുലഭ നിമിഷമാണ്, ഏറ്റവും നല്ല കഥയാണ്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന കാലയളവിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് അധ്യക്ഷ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദീനാമ റോയി വ്യക്തമാക്കി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനീഷ് വരിക്കെണ്ണാമല, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീനാദേവി കുഞ്ഞമ്മ, ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത സജി ഭാസ്കർ, മുല്ലപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി കുഴിക്കാല, മുല്ലപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം അനീഷ് ശിവൻ, സമഗ്ര ശിക്ഷ കേരളം പത്തനംതിട്ട ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ റെനി ആന്റണി, DEO അമ്പിളി ഭാസ്കർ, കയറ്റ് ജില്ലാ കോർഡിനേറ്റർ മനു മാത്യു, SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ S സുജാമോൾ, ഡോക്ടർ KM അഞ്ജു, ഡയറ്റ് ഫാക്കൽറ്റി S നിമ്മി, കോഴഞ്ചേരി ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ ദീപു കൃഷ്ണ, പ്രിൻസിപ്പൽ AR ഇന്ദു, പ്രഥമ അധ്യാപിക M ഗീത, PTA പ്രസിഡന്റ് വിനോദ് ബാബു, SMC ചെയർമാൻ മനോജ് കുമാർ എന്നിവർ ആശംസകൾ നേർന്നു. സൈബർ അതിക്രമങ്ങൾക്കെതിരെയുള്ള പ്രതിജ്ഞയും കുട്ടികൾക്ക് ചൊല്ലിക്കൊടുത്തു. വഴിത്തല ശാന്തിഗിരി കോളേജിന്റെ ആഭിമുഖ്യത്തിൽ പുറപ്പുഴ LP സ്കൂളിലെയും കുണിഞ്ഞി LP സ്കൂളിലെയും കുരുന്നുകൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കുണിഞ്ഞി LP സ്കൂളിൽ വെച്ച് പ്രസിഡന്റ് വിബിത രവിയുടെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച പുറപ്പുഴ പഞ്ചായത്ത് തല പ്രവേശനോത്സവത്തിൽ വെച്ച് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയായിരുന്നു. ശാന്തിഗിരി കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജിൻസ് ജോർജ് CMI വിതരണോദ്ഘാടനം നിർവഹിച്ചു. വഴിത്തല ശാന്തിഗിരി കോളേജിന്റെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണം നടത്തി. പുറപ്പുഴ LP സ്കൂളിലെയും കുഴിഞ്ഞി LP സ്കൂളിലെയും 125ഓളം കുരുന്നുകൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പുറപ്പുഴ പഞ്ചായത്ത് തല പ്രവേശനോത്സവം കുഴിഞ്ഞി LP സ്കൂളിൽ വെച്ച് പ്രസിഡന്റ് വിബിത രവിയുടെ അധ്യക്ഷതയിൽ നടന്നു. ശാന്തിഗിരി കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജിൻസ് ജോർജ് CMI കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പഠിക്കാനും കളിക്കാനും ഒക്കെ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണല്ലേ അല്ലേ? പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം ഒത്തിരി സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ പ്രത്യേകമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പുറപ്പുഴ LP സ്കൂളിലെ പ്രവേശനോത്സവത്തിലും നിങ്ങളുടെ പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്യുവാനുമായിട്ട് എനിക്ക് സാധിച്ചത് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. പുറപ്പുഴ LP സ്കൂളിൽ ബർസാർ ഫാദർ സനിത് റിച്ചാർഡ് CMI പഠനോപകരണ വിതരണം നടത്തി. കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ്, സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്നിവർ ചേർന്നാണ് പ്രവേശനോത്സവത്തിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, പുറപ്പുഴ. ഇടുക്കി കൊളുക്കുമലയിലെ സിംഹപ്പാറയിൽ നിന്നും കൊക്കയിലേക്ക് ചാടിയ യുവാവ് മരണപ്പെട്ടു. ചെന്നൈ അഭിരാംപുരം സ്വദേശി N ദ്രാവിനേഷ് ആണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. 400 അടിയോളം താഴ്ചയിൽ നിന്നാണ് യുവാവിന്റെ മൃതദേഹം പിന്നീട് കണ്ടെത്തിയത്. ബന്ധുക്കൾക്കൊപ്പം കൊളുക്കുമലയിൽ സൂര്യോദയം കാണാൻ ട്രക്കിംഗ് ജീപ്പിൽ എത്തിയതായിരുന്നു ദ്രാവിനേഷ്. ഒപ്പമുണ്ടായിരുന്നവരുടെ ശ്രദ്ധ തിരിഞ്ഞ തക്കത്തിന് പെട്ടെന്ന് ഓടിമാറി അഗാധമായ കൊക്കയിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. 400 അടിയോളം താഴ്ചയിൽ നിന്നാണ് യുവാവിന്റെ മൃതദേഹം പിന്നീട് കണ്ടെത്തിയത്. പ്രണയ നൈരാശ്യമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തമിഴ്നാട് കൊരങ്ങണി പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിലാണ് ഈ പ്രദേശം വരുന്നത്. അതിനാൽ തമിഴ്നാട് പോലീസിന്റെയും തദ്ദേശവാസികളുടെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടന്നത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സ്വദേശത്തേക്ക് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഷ്ട്രീയ പ്രേരിത സ്ഥലമാറ്റങ്ങൾക്കെതിരെ പ്രതിഷേധം ഇരമ്പി. FSCTയുടെ നേതൃത്വത്തിൽ ജീവനക്കാരും അധ്യാപകരും തൊടുപുഴയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. യോഗം കേരള NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM ഹാജറ ഉദ്ഘാടനം ചെയ്തു. ദീപിക ശതോത്തര റൂബി ജൂബിലി ആഘോഷം കോട്ടയത്ത് നടന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി മലങ്കര അണക്കെട്ടിൽ അടിഞ്ഞുകൂടിയ ചെളിയും മണലും അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാകുന്നു. കേരള വ്യാപാരി വ്യവസായി
ഏകോപന സമിതി ഉടുമ്പന്നൂർ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. യോഗം ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇലത്തുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് കരിമണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ പഠന സഹായ വിതരണം സംഘടിപ്പിച്ചു. വാർഡ് മെമ്പറും കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഷൈനി ജോയ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.